ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭീമമായൊരു പരാജയം LDFന് വരാതിരിക്കാനായിട്ട് പിണറായി വിജയൻ വേണ്ട പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞു. ഉറപ്പുവരുത്തി. SNDPയിൽ ഇപ്പോൾ BDJS നിൽക്കുന്നിടത്തോളം കാലം SNDPയുടെ 80 ലക്ഷം ഒന്നും ഒരു കാരണവശാലും ഇവിടെ LDFന് കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ LDF മൂന്നാം ഊഴം പിടിച്ചാൽ UDF ഞാൻ പറഞ്ഞ 50 55 അകത്ത് നിൽക്കുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അടുത്ത 2031 LDF ആയിരിക്കും ഭരിക്കുന്നത്. നാലാം ഊഴവും വരാൻ പോവുക. ഇത് പിണറായി വിജയൻ എന്ത് ചെയ്താലും ആ ഭരണത്തിൽ എന്ത് അപാകത വന്നാലും ജനം ചതഞ്ഞരഞ്ഞോട്ടെ. ഇവനിങ്ങനെ ചതഞ്ഞരഞ്ഞ് അവസാനം എണീറ്റ് എഴഞ്ഞ് വന്ന് നമുക്ക് വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്ന UDFകാർ ഉള്ളതാണ് ഈ കുഴപ്പം. അതെ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. LDF ഭരണം നിലനിർത്തും എന്ന് പറയുമ്പോഴും തങ്ങളുടെ പക്കൽ തന്ത്രങ്ങളുണ്ടെന്നും അത് സമയമാകുമ്പോൾ പയറ്റുമെന്നും അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്നും UDF നേതാക്കൾ പറയുകയാണ്. പിണറായി തുടരുമോ അതോ UDF അധികാരത്തിൽ തിരിച്ചെത്തുമോ? ഈ വാദഗതികളിൽ ഏതിനാണ് കൂടുതൽ വെയിറ്റേജ് ഇപ്പോൾ നമുക്ക് നൽകാൻ സാധിക്കുക? പരിശോധിക്കാം. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. അങ്ങ് ആരുടെ കൂടെയാണ്? പിണറായിക്കാണോ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് അതോ UDFന് 2 തവണ തുടർച്ചയായി പ്രതിപക്ഷത്തിരുന്ന് ആകെ അങ്ങ് അവശതയിലായ UDF തിരിച്ചെത്തും എന്ന് കരുതുന്നുണ്ടോ? ഞാൻ നിലമ്പൂർ ഇലക്ഷന് റിസൾട്ട് വന്നതുവരെ ഞാൻ UDFൻ്റെ ഒപ്പമായിരുന്നു. UDFനൊരു 70-72 സീറ്റ് മിനിമം കിട്ടി അധികാരത്തിൽ വരാൻ. മിനിമം അല്ലെങ്കിൽ ഒരു 72 അല്ല, ഒരു 75-78 സീറ്റ് വരെ കിട്ടി അധികാരത്തിൽ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ അയ്യപ്പ സംഗമം, അതിനുശേഷം വന്ന NSS SNDP മാറ്റം, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ചില പ്രഖ്യാപനങ്ങൾ, സർക്കാരിൻ്റെ ആനുകൂല്യ പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ നോക്കുമ്പോൾ, അതുപോലെ തന്നെ പലസ്തീൻ ഐക്യദാർഢ്യം, ഇങ്ങനെ പല വിഷയങ്ങളിലായി ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തിക്കൊണ്ട് പിണറായി വിജയൻ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. പിണറായി മന്ത്രിസഭ 3O പോകുന്നത് എന്ന് നമുക്ക് ഏതാണ്ട് സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. ഈ പിണറായി 3.0 കുറിച്ച് പറയുമ്പോൾ അങ്ങിപ്പോൾ സൂചിപ്പിച്ച പോലെ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിന് ശേഷം ആ അയ്യപ്പ സംഗമം കഴിയുന്നത് വരെയും വളരെ ശക്തമായ ട്രോളലുകൾക്ക് വിധേയനായി. തീർച്ചയായിട്ടും. കാരണം ശുഷ്കമായ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. അതെ. എന്നാൽ ഈ പാർട്ടിസിപ്പേഷൻ അല്ല, അതിനപ്പുറത്തേക്ക് ചരടുവലി നടത്തുവാൻ, നീക്കങ്ങൾ നടത്തുവാൻ തനിക്ക് സാധിക്കും എന്ന് അദ്ദേഹം തെളിയിക്കുകയാണോ ചെയ്തിരിക്കുന്നത്? എന്ത് മാന്ത്രിക വിദ്യ ആയിരിക്കും അദ്ദേഹം പയറ്റിയത് ഈ പ്രമുഖ സമുദായ സംഘടനാ നേതാക്കളെ ഒപ്പം നിർത്താൻ? ഞാൻ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിന് ഇത്രയും വിദഗ്ധനായ ഒരു ആളെ കെ കരുണാകരന് ശേഷം കേരളത്തിൽ കണ്ടിട്ടില്ല. അതായത് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്വന്തം കുറച്ച് കയ്യിലിരിക്കുന്ന വേലകൾക്ക് പുറമേ കുറച്ച് മോദിയും കുറച്ച് കരുണാകരനും കുറച്ച് EMSും കൂടെ ചേർന്ന ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് തന്ത്രമാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. നമുക്ക് മുൻകൂട്ടി പഴയ കാലങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ്ചറാണ് അല്ലേ? എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സറാണ്. അത് കേരളത്തിന് സൂട്ടബിൾ ആകുന്ന വിധത്തിൽ പ്രസൻറ്റ് അവസ്ഥയിൽ എന്ത് വേണം എന്നുള്ളതാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. ആരെയും മുഖമടച്ച് ആക്ഷേപിക്കാതെ ഒന്ന് തൊട്ട് തലോടി. അതെ, അത് ആക്ഷേപിക്കേണ്ട സമയത്ത് മുഖമടച്ചല്ല, അവൻ്റെ തല ഒടിഞ്ഞു പോകുന്ന വിധത്തിൽ ആക്ഷേപിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതിനുള്ള ഇപ്പോൾ തന്നെ അയ്യപ്പ സംഗമത്തിൻ്റെ തന്നെ മുമ്പ് നടന്ന സംഭവം നമുക്കറിയാമല്ലോ. സ്ത്രീ പ്രവേശത്തോടു കൂടി ഹിന്ദുക്കളെ മുഴുവൻ അദ്ദേഹം വെറുപ്പിച്ചതാണ്. പക്ഷേ ആ പിക്ചറിനെ അദ്ദേഹം ഒരു 5 വർഷം കൊണ്ട് കിട്ടിയ അനുഭവങ്ങളിൽ നിന്ന് മാറ്റിമറിക്കാനായിട്ട് അയ്യപ്പ സംഗമം വഴി കഴിഞ്ഞു. പക്ഷേ അതിൽ പൂർണ്ണമായും വിജയിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം അതിൻ്റെ ആ ബാക്ക്ഡ്രോപ്പിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് SNDP NSS എന്നീ 2 പ്രബല വിഭാഗങ്ങളെ ഒന്നിച്ചു കൂട്ടാൻ കഴിഞ്ഞു. പക്ഷേ അത് നിസ്സാരമല്ല. അത് ശരിയാണ്. പക്ഷേ അത് എന്ത് തന്ത്രമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടെന്നാലും ഞാൻ പറയാം. അതിനകത്ത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കുന്നത്, എൻ്റെ സംശയം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതായത് അയ്യപ്പ ഭക്തരെ ആകമാനം വല്ലാത്ത നിരാശയിലാഴ്ത്തിയ സംഭവങ്ങളാണ് അന്ന് നടന്നത്. പോലീസ് ആഞ്ഞടിക്കുകയാണ്, ഭക്തരെ വളഞ്ഞിട്ടടിക്കുകയാണ്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ 30,000 അറസ്റ്റ് തന്നെ നടന്നിട്ടുണ്ട്. അതെ, എത്രയോ കേസുകൾ, ആയിരക്കണക്കിന് കേസുകൾ ഇപ്പോഴും ആ കേസ് പിൻവലിച്ചത് പോലുമില്ല. ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു, ഇതിനിടയിൽ സ്വർണ്ണപ്പാളി വിവാദം, മോഷണം പോകുന്നു, അയ്യപ്പന്റെ തിരുനടയിലുള്ള അതിന് പുറത്ത് വെച്ചിരുന്ന ആ സ്വർണ്ണപ്പാളി ആവിയായി പോകുന്നു. ഇത്രയും ക്രമക്കേടുകൾ
നഗ്നമായ കള്ളത്തരങ്ങൾ നടന്നിട്ട് പോലും ഈ ആൾക്കാരെ കൂടെ നിർത്താൻ സാധിക്കാൻ അവിടെയും ഈ സാധാരണക്കാർ കൂടെ നിൽക്കുന്നു എന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ട്. അന്ന് ഒരു വലിയ ജനത്തിനെ കൺഫ്യൂഷൻ ആക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡേ 1 മുതൽ ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ വിവാദമുണ്ട്. അപ്പോൾ ജനത്തിന് തന്നെ ബോധമില്ല എത്ര വിവാദം ഇവിടെ വന്നു, എത്ര എണ്ണം നമ്മൾ കേട്ടു, ഇതിൽ ഏതാണ് ശരി തെറ്റ്. ഈ വിധത്തിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു ശൈലി അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ടെന്ന് മാത്രമല്ല, ചില സമയങ്ങളിൽ ഭംഗിയായി മറയിടുന്നതിന് ഉള്ള അപാരമായ കഴിവ്. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, മെയ് വഴക്കം. ഈ വോട്ടർമാരുടെ 2 ദൗർബല്യങ്ങളാണ്. ഒന്ന് മറവി, മറ്റൊന്ന് ഇപ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ തൃപ്തരാകാനുള്ള ഒരു ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യം. ഇത് വോട്ടർമാരുടെ ഒരു വീക്ക്നെസ്സാണ്. ഇത് പിണറായി വിജയൻ എന്ന ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിന് നന്നായിട്ട് അറിയാം, മനസ്സിലാക്കി. അതായത് കേരളത്തിൻ്റെ ഡെമോഗ്രഫിയിൽ അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഇവിടെ കെ കരുണാകരൻ 1969 മുതൽ തന്നെ നടപ്പിലാക്കി വന്നിരുന്ന ഒരു സാമുദായിക ഇക്വേഷൻ, അതാണ് തന്ത്രശാലിയായ EMS പോലും ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തിയത്. EMS പോലൊരു തന്ത്രശാലി കേരളത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ്, രാഷ്ട്രീയ തന്ത്രജ്ഞൻ. പക്ഷേ അദ്ദേഹത്തിനെ പോലും വെട്ടിമാറ്റിക്കൊണ്ട് നിർത്താൻ കെ കരുണാകരന് കഴിഞ്ഞത് അദ്ദേഹം NSSനെ, SNDPയെ, അതെല്ലാം ആ പേരിലുമല്ല, രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചുകൊണ്ട് NDP, SRP എന്നീ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ കേരള കോൺഗ്രസിന് തന്നെ അദ്ദേഹം 2 ആക്കും, 3 ആക്കും, 4 ആക്കും, എന്നിട്ട് 4ലും ചിലപ്പോൾ ഒന്നിച്ച് കൂടെ നിർത്തിക്കളയും. ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ കാണിച്ച ഒരാളാണ് കെ കരുണാകരൻ. അതുപോലെ മുസ്ലിം ലീഗിനെ അദ്ദേഹം വിടാതെ പിടിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രാധാന്യം. ഇവിടുത്തെ ഒരു ഡെമോഗ്രാഫിയുടെ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ഏതാണ്ട് ഒരു 12%, 13% വരുന്ന നായർ എന്ന് പറയുന്നത് ഒരു 40 ലക്ഷത്തിന് അടുപ്പിച്ച് വരും. അതുപോലെ തന്നെ 23% അടുപ്പിച്ച് വരുന്ന ഈഴവർ എന്ന് പറയുന്നത് 75-80 ലക്ഷത്തിന് അടുപ്പിച്ച് വരും. അതുപോലെ തന്നെ 27% വരുന്ന പിന്നെ മുസ്ലിമുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് 1 കോടിക്ക് അടുപ്പിച്ച് വരും. ഒരു 90-ന് മുകളിൽ 95 ലക്ഷത്തിന് അടുപ്പിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ വോട്ട് ബാങ്കുകളാണ്. ഇതിൽ മുഴുവൻ വീഴുമെന്ന് ചോദിച്ചാൽ മുഴുവൻ വീഴണമെന്നില്ല. പക്ഷേ ഇതിനകത്ത് ഇവരെ കൂടെ നിർത്തുന്നതിലൂടെ ഒരു വലിയ വിഭാഗം വോട്ട് നേടാൻ കഴിയും എന്നുള്ളത് പൂർണ്ണമായി മനസ്സിലാക്കിയ ആളാണ് കെ കരുണാകരൻ. മനസ്സിലാക്കുക മാത്രമല്ല, ഈ മനസ്സിലാക്കിയോണ്ട് ഇപ്പം അതാണ് ഇപ്പോൾ പിന്നെ VD സതീശനോട് ചോദിച്ചാൽ ഈ കണക്ക് ഇത് ആരെങ്കിലും പറഞ്ഞു തരണം, എനിക്ക് അറിഞ്ഞൂടെ ചോദിക്കും. അതുപോലെ ഞാൻ ഇന്നലെ നിങ്ങളുടെ ഡിസ്കഷൻ ഇന്നലെ ഇന്നുമായിട്ട് നടന്ന അടൂർ പ്രകാശിൻ്റെ ഡിസ്കഷൻ കണ്ടു. അദ്ദേഹം പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, അദ്ദേഹത്തിനും ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ എങ്ങനെ ഇവരെ കൂട്ടി നിർത്തും? നേതൃത്വത്തിന് ആത്മവിശ്വാസം ഉണ്ടെന്നാണ്. അല്ല, ആത്മവിശ്വാസം കൊണ്ട് കാര്യമില്ല, ആത്മവിശ്വാസത്തിലല്ല, ഫീൽഡിലെ പ്രവർത്തനമാണ്. അതാണ് ഈ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ അദ്ദേഹം പറയാതെ പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ അദ്ദേഹം എങ്ങനെയാണ് ഇലക്ഷൻ ജയിച്ചതെന്നും തോക്കാതിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ പ്രവർത്തകരും നേതാക്കളും തയ്യാറാവണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, അതിന് കഴിഞ്ഞില്ല എന്നുള്ളത് വ്യക്തമല്ലേ. ഇപ്പം നമ്മുടെ വാർഡ് വിഭജനം, ഇപ്പോൾ ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഒരു മെത്തേഡാണ് വാർഡ് വിഭജനം. അതെ, കേരളത്തിൽ 10-22,000 വാർഡുകളെ മുഴുവൻ ചെത്തിപ്പെറുക്കി വിഭജിച്ചിരിക്കുകയാണ്. ഈ വിഭജനത്തിലൂടെ ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ വിഭജനത്തിലൂടെ പ്രധാനമായിട്ടും LDFന് അനുകൂലമാകുന്ന വിധത്തിൽ അവർ ആ വാർഡുകളെ എല്ലാം ചിട്ടപ്പെടുത്തി എന്നുള്ളതാണ്. കോമാങ്ങ ഷേപ്പിലുള്ള വാർഡുണ്ട്. ഒരു ജോഗ്രഫിക്കൽ ഒരു ഇതുപോലെ നോക്കിയിട്ടില്ല. ചിലത് കോമാങ്ങയുടെ ഷേപ്പ്, ചിലത് മുരിങ്ങക്കയുടെ ഷേപ്പിലായിരിക്കും, ചിലത് നക്ഷത്രം പോലിരിക്കും, ചിലത് പപ്പടം പോലിരിക്കും. നിങ്ങൾ അതിൻ്റെ ഒരു ഏരിയൽ പിക്ചർ എടുത്ത് നോക്കിയാൽ അറിയാം. വാർഡുകൾ പോലും തോന്നിയ പോലെയാണ് അവർ അലൈൻമെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. തോന്നിയ പോലെ നമുക്ക് തോന്നും, പക്ഷേ അവർക്ക് തോന്നിയ പോലല്ല, അവർക്ക് നിൻ്റെ അനാവശ്യം എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞ പോലെയാണ്. മനസ്സിലായില്ലേ? അതേ രീതിയിൽ അവരതിനെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് പറ്റി? ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭീമമായൊരു പരാജയം LDFന് വരാതിരിക്കാനായിട്ട് പിണറായി വിജയൻ വേണ്ട പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞു, ഉറപ്പുവരുത്തി. അതുപോലെ അടൂർ പിന്നെ പ്രകാശ് പറഞ്ഞു, തൻ്റെ മണ്ഡലത്തിൽ ആറ്റിങ്ങലിൽ മാത്രം 29 വർഷമായിട്ട് LDF ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, CPM ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ വന്നിട്ടാണ് മാറ്റിയത്. അതിന് അദ്ദേഹം കാരണം പറഞ്ഞത് എന്താ? 1,14,000 വോട്ടുകൾ അവിടെ ഡ്യൂപ്ലിക്കേഷനോ കള്ളവോട്ടോ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഉണ്ടായിരുന്നു. ഇത് ഞാൻ വളരെ പാടുപെട്ട് കുറേ പേരെ നിർത്തി സമയവും പണവും ഒക്കെ ചിലവഴിച്ച് ലിസ്റ്റ് ഉണ്ടാക്കി ഇത് കളക്ടറെ അറിയിച്ചു, നടന്നില്ല. ഇവിടേക്ക് ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചു, ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ മെസ്സേജ് കൊടുത്തു, ഇവിടെ ഇങ്ങനെ കുഴപ്പമുണ്ടെന്ന് പറയുന്നത്, വേണ്ട നടപടി എടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് കളക്ടർ പറയുകയാണ് ഈ 1 ലക്ഷം ഈ ലിസ്റ്റ് തയ്യാറാക്കി BLOമാർക്കും
ബൂത്ത് ഏജൻറ്റിനും ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു ഈ പറഞ്ഞ പട്ടികയിലുള്ള ആരെങ്കിലും അവിടെ വന്നാൽ ഞങ്ങൾ കള്ള വോട്ട് ചെയ്യുന്നവനോട് എടുക്കുന്ന ക്രൂരമായ നടപടികൾ നിങ്ങൾക്കെതിരെ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് അതെടുക്കാൻ സാധിച്ചത്. അതെ, മനസ്സിലായില്ലേ? ഏതാണ്ട് ഇതുപോലെയാണ് ഇപ്പോഴത്തെ ഈ പിന്നെ വാർഡ് വിഭജനമൊക്കെ നടത്തി വെച്ചിരിക്കുന്നത്. ഈ രണ്ടാം തവണയും 2010 അതിനടുത്ത തവണയും അദ്ദേഹം മത്സരിക്കുമ്പോൾ 2024 മത്സരിക്കുമ്പോൾ അപ്പോഴും ഡബിളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയും അദ്ദേഹം കുത്തിയിരുന്ന് കണ്ടുപിടിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ ഈ പിന്നെ രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറയുമ്പോൾ ഇത് വെറും മണ്ടത്തരമാണെന്ന് പറയുന്നത്. ഇത് കാലാകാലങ്ങളിലായി ഉണ്ടെന്നുള്ളത് TN ശേഷൻ അടക്കം MS ഗിൽ അടക്കം ഉള്ളവർ, ഞാൻ അവരോടൊപ്പം നടക്കുമ്പം കൃഷ്ണമൂർത്തി ഇവരൊക്കെ കേരളത്തിൽ വരുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൂടെ നടന്നപ്പോൾ അവരിത് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് അവസാനിപ്പിക്കേണ്ടതാണ്, പക്ഷേ ഇത് എങ്ങനെയെന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് അടൂർ പ്രകാശ് കാണിച്ചു. പക്ഷേ എന്നിട്ടും ആ ലിസ്റ്റിൽ നിന്ന് മാറ്റിയില്ല അദ്ദേഹം. പിന്നെ ഓരോ ഏജന്റിന്റെയും കയ്യിൽ ലിസ്റ്റ് കൊടുത്തു. ലിസ്റ്റ് കൊടുത്തിട്ട് ഇങ്ങനെയുള്ള വന്നാൽ ഉടനെ പിടിച്ചോണമെന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി. അപ്പോൾ അതാണ് മൈക്രോ ലെവലിലുള്ള ഇലക്ഷൻ മാനേജ്മെന്റ്. ഈ ഇലക്ഷൻ മാനേജ്മെന്റ് CPM നടത്താൻ കഴിയുന്നത്ര UDF നടത്താൻ കഴിയില്ല. അടൂർ പ്രകാശിന് എല്ലാ മണ്ഡലത്തിലും പോകാൻ പറ്റില്ലല്ലോ, അല്ലേ? 140 സ്ഥലത്തും അദ്ദേഹത്തിന് എത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ ഞാൻ പഠിച്ച ഇപ്പം പിണറായി വിജയൻ കാണിക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത് അതാണ്. അദ്ദേഹം ഇവിടുത്തെ വോട്ട് എത്രയാണെന്ന് കണക്കാക്കി വെച്ചിട്ടുണ്ട്. 2,78,37,000 എങ്ങാണ്ടാണ് ഇപ്പോഴത്തെ വോട്ടർമാർ. ഇതിൽ നമുക്കൊരു പിന്നെ 2 കോടി എന്തായാലും പോൾ ചെയ്യും. ഒരു 70% അല്ലെങ്കിൽ 72% വന്നാൽ 2 കോടി വോട്ട് പോൾ ചെയ്യും. ഈ 2 കോടി വോട്ടിൽ എനിക്ക് ജയിക്കാൻ എത്ര വേണം എന്നുള്ളത് അദ്ദേഹം കണക്കാക്കി വെച്ചിട്ടുണ്ട്. LDF ജയിക്കാൻ എത്ര വേണം എന്നുള്ളത് അദ്ദേഹം കണക്കാക്കി വെച്ചിട്ടുണ്ട്. 1 കോടിയൊന്നും വേണ്ട. കാരണം ഇപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എങ്ങനെയാണ്? 38% അല്ലെങ്കിൽ 39% UDF കിട്ടിക്കൊണ്ടിരിക്കുന്നത് സാധാരണതയിൽ. പിന്നെ BJP കിട്ടുന്നത് 20%. അപ്പോൾ ഏതാണ്ട് 60%-അടുപ്പിച്ച് 59% അല്ലെങ്കിൽ 60% അടുപ്പിച്ച് ഇവിടെ പോയി കഴിഞ്ഞു. അപ്പം CPM സംബന്ധിച്ചിടത്തോളം 60% വോട്ട് വെളിയിൽ കിടന്നോട്ടെ, 40 മതി, അല്ലെങ്കിൽ 41 മതി. 41 കൊണ്ട് ചിലപ്പോൾ പിണറായി വിജയൻ എന്നുള്ള തന്ത്രശാലി 75 സീറ്റ് ഇത്തവണ പിടിച്ചിരിക്കും. UDF കൂടിപ്പോയാൽ 55 സീറ്റ്, BJP ഒരു 10 സീറ്റ് മാക്സിമം. ഇതായിരിക്കും ഇത്തവണത്തെ ഇലക്ഷനിൽ. ഈ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ വരാൻ പോകുന്നതെന്ന് ഞാൻ ഉറപ്പ് തരാം. UDF 55 പ്രതീക്ഷിച്ചാൽ മതി ഇപ്പോഴത്തെ രീതിയിൽ. കാരണം ഞാൻ പറഞ്ഞില്ലേ 40 ലക്ഷത്തോളം വരുന്ന NSS, അതുപോലെ തന്നെ SNDP 80 ലക്ഷം ഒക്കെ വരുന്ന, അപ്പോൾ 1 കോടി 20 ലക്ഷമായി കഴിഞ്ഞു. നമുക്ക് 2 കോടി വോട്ടേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ മുഴുവനൊന്നും കിട്ടില്ല, യാതൊരു സംശയമില്ല. ഇപ്പോൾ NSSൻ്റെ അടിത്തട്ടിൽ ഇപ്പം ഡയറക്ടർ ബോഡി പ്രശ്നമില്ല, താലൂക്കിൽ പ്രശ്നമില്ല, പക്ഷേ കരയോഗങ്ങളെല്ലാം കരണമറിയാണ്. ഞാൻ പലയിടത്തും കണ്ടതാണ്. തല തല്ലി കയറുകയാണ് അംഗങ്ങൾ തമ്മിൽ. NSSൻ്റെ ഈ നടപടിയെക്കുറിച്ച് BJP വോട്ട് ചെയ്യണോ, UDF വോട്ട് ചെയ്യണോ, CPM വോട്ട് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ അന്തഃഛിദ്രങ്ങൾ നടക്കുകയാണ്. അപ്പം അതുകൊണ്ട് പൂർണ്ണമായി വോട്ട് കിട്ടുമെന്ന് പറയണ്ട. SNDPയിലും ഇതുപോലെ പ്രശ്നമുണ്ട്. SNDPയിൽ ഇപ്പോൾ BDJS നിൽക്കുന്നിടത്തോളം കാലം SNDPയുടെ 80 ലക്ഷം ഒന്നും ഒരു കാരണവശാലും ഇവിടെ LDF കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ പകുതി കിട്ടണമെന്ന് വിചാരിച്ചാൽ കുറഞ്ഞ പക്ഷം ഒരു BDJSൻ്റെ ഏറ്റവും കരുത്തനായ 1-2 സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന സ്ഥലത്ത് അത് റിഫ്ലക്ട് ചെയ്ത് വരും. അത് റിഫ്ലക്ട് ചെയ്ത് വരികയും പിന്നെ UDFൻ്റെ ആളിന് BDJSന് മാത്രം അറിയാൻ പോലല്ലോ. NDA എന്ന് പറഞ്ഞ് നിൽക്കുമ്പം പിന്നെ BJPയുടെ കരുത്തരായി നിൽക്കുന്ന ചില സ്ഥാനാർത്ഥികളുടെ അടുത്തും അത് വേണ്ടി വരും. ഇപ്പോൾ തിരുവനന്തപുരത്ത് 4 മണ്ഡലങ്ങളിലെങ്കിലും പിന്നെ BJPക്ക് നല്ല ഹോൾഡുള്ളതാണ്. കൊല്ലത്ത് 1 മണ്ഡലം, ചാത്തന്നൂർ, കായംകുളത്ത്, പിന്നെ ആലപ്പുഴയിൽ, അതുപോലെ തന്നെ പത്തനംതിട്ട 1 മണ്ഡലം, പിന്നെ തൃശ്ശൂർ 1-2, പാലക്കാട്, കാസർഗോഡ് 2. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു 10-12 സീറ്റുകളിൽ അവർക്ക് ടൈറ്റ് ഫൈറ്റ് നടക്കാൻ ഉള്ളതുണ്ട്. കുറഞ്ഞ പക്ഷേ ഒരു 20 സീറ്റിലെങ്കിലും ഒരു ത്രികോണ മത്സരം ഇനിയുണ്ട്. ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ ചില BJP അല്ലെങ്കിൽ RSS അംഗങ്ങൾ പറയും, അങ്ങനെയാണെങ്കിൽ പന്തളം എന്താ കുഴപ്പമാണോ, ചെങ്ങന്നൂർ എന്താ മോശമോ, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ എന്താ മോശമോ എന്നൊക്കെ ഒരുപാട് സീറ്റുകൾ അങ്ങനെ ഉണ്ട്. BJPക്ക് ഹോൾഡുള്ള അങ്ങനത്തെ സീറ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു 20 സീറ്റിൽ 20-30 ഇടയിലുള്ള സീറ്റുകളിൽ ശക്തമായ ത്രികോണ മത്സരവും 20 സീറ്റിൽ സ്ട്രെയിറ്റ് ഫൈറ്റും അവർക്ക് കൊടുക്കാൻ കഴിയും. ആ സ്ട്രെയിറ്റ് ഫൈറ്റിൽ വിജയിക്കണമെങ്കിൽ ആണ് പ്രശ്നം. വിജയിക്കണമെങ്കിൽ എണ്ണം കൂട്ടണമെങ്കിൽ ഇത് പെർസെൻറ്റേജ് കൂടുന്നുണ്ട്, BJPയുടെ പെർസെൻറ്റേജ് കൂടുന്നുണ്ട്. പക്ഷേ വിജയിക്കണമെങ്കിൽ അവിടെ
ഇപ്പോൾ നടത്തുന്ന ചില സമവാക്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം. അതായത് ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകളിൽ ഒരു ഏകീകരണം കുറച്ചെങ്കിലും, ഒരുപാടൊന്നും വേണ്ട, ചെറിയ തോതിലെങ്കിലും ഒക്കെ നടന്നാൽ ചില സീറ്റുകളിൽ BJP ഞാൻ പറഞ്ഞ പോലെ 8 or 10 സീറ്റുകളിലേക്കൊക്കെ വിജയിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് വളരെ ക്രൂഷ്യലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 10 സീറ്റ് അവർക്ക് മാറ്റി വെച്ചാൽ, ചിലപ്പോൾ 8 ആയിരിക്കാം, എന്നാലും ഞാൻ പറയുന്നത് 10 സീറ്റ് അവർക്ക് മാറ്റി വെച്ചാൽ ഒരു 55 എന്ന്, ഞാൻ 55 എന്ന് പറഞ്ഞാൽ 56, 57 ആയിക്കൂടുന്നില്ല. അതുപോലെ 75 സീറ്റ് LDFന് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് 76 or 74 ആയിക്കൂടായില്ല. പക്ഷേ എന്നാലും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ചെറിയ മാറ്റങ്ങൾക്കുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുള്ളൂ. ഇപ്പോഴത്തെ ഡെമോഗ്രാഫിക് സിറ്റുവേഷൻ വെച്ചിട്ട് ഒരു പരസ്പരം ഓരോ അംഗങ്ങളെയും പിടിച്ചു നിർത്തിയിരിക്കുന്നത് പോലെ നോക്കുമ്പോൾ, അതുപോലെ തന്നെ ഇപ്പോൾ UDFൽ മുസ്ലിം ലീഗ് പതറി നിൽക്കുകയാണ്. അല്ല, എനിക്കൊന്ന് അതിലേക്കാണ് ഞാൻ വന്നത്. UDFിൻ്റെ നേതൃത്വത്തിൽ ഉള്ളൊരു വിശ്വാസം അണികൾക്ക് നഷ്ടപ്പെട്ടോ? അതായത് അവിടെയും ഞാൻ പിണറായി വിജയൻ്റെ മറ്റൊരു സ്ട്രാറ്റജി കൂടി പറഞ്ഞിട്ട് നമുക്ക് UDFിലേക്ക് പോകാം. പിണറായി വിജയൻ അങ്ങ് പറഞ്ഞതുപോലെ ശരിയാണ്, വളരെ തന്ത്രശാലിയാണ്. ഈവൻ ഒരു സാധ്യതയും ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ഒരു പ്രതീതി സൃഷ്ടിക്കും, ജയിക്കും. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അങ്ങനെ ഒരു പ്രചരണവും അങ്ങനെ ഒരു പ്രതിച്ഛായയും ഒക്കെ ലഭിക്കുമ്പോൾ ഈ UDF അത്തരത്തിൽ ഒരു നേതാവ് UDFന് ഇല്ല. അതെ, അതേസമയം പിന്നെ കെ കരുണാകരൻ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെയാണ്, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല. അതായിരുന്നു കെ കരുണാകരൻ. അപ്പോൾ ജനങ്ങൾക്ക് കെ ആന്റണിയും ഈ പതുങ്ങി നിൽക്കുന്നെങ്കിലും അദ്ദേഹത്തിനും ഈ എല്ലാത്തിനെയും ഒപ്പിച്ചുകൊണ്ട് പോകാനുള്ള കഴിവുണ്ടായിരുന്നു. അതെ, ഉമ്മൻചാണ്ടിന്റെ ആശാനായിരുന്നു. അതെ, ഈ മിക്സ് കറക്റ്റ് ആക്കി കൊണ്ടുപോയി. NSSനെ എങ്ങനെ കൂടെ നിർത്തണം, SNDP എങ്ങനെ കൂടെ നിർത്തണം, മുസ്ലിം ലീഗിനെ എങ്ങനെ നിർത്തണം, കേരള കോൺഗ്രസിലെ വിവിധ വിഭാഗങ്ങളെ എങ്ങനെ നിർത്തണം, പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ തീരദേശ മേഖലയെ എങ്ങനെ കൈക്കൊണ്ടു പോകണം, മലയോര മേഖലയിലെ കർഷകനെ എങ്ങനെ കൂടെ നിർത്തണം, അവർക്ക് എന്താനും ഈ വക ഇക്വേഷനുകൾ ഭംഗിയായിട്ട് അറിയാവുന്ന ആളായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. അതിനുശേഷം അങ്ങനെ ഒരു വാക്വം ഫിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതീതി സൃഷ്ടിച്ച് പിണറായി വിജയൻ ഇങ്ങനെ ഒരു മായാജാലം കാണിക്കുന്നു. അപ്പോൾ ഈ ഇപ്പുറത്ത് അതുപോലൊരു മായാജാലത്തിന് പോയിട്ട് ഒരു അതിന്റെ ഒരു പകുതിയെങ്കിലും കാണിക്കാൻ ഒരാൾ ഇല്ലാതെ നിൽക്കുന്നു എന്നൊരു തോന്നൽ ജനത്തിനുമുണ്ട്, UDFിലെ ഘടകകക്ഷികൾക്കുണ്ട്. അതെ, ഈ ആടി നിൽക്കുന്ന പല വിഭാഗങ്ങളും UDFിനൊപ്പം ഉണ്ടായിരുന്നു. അതെ, അവരൊക്കെ ഇപ്പോൾ വീണ്ടും ഇനിയിപ്പോൾ ഇവർ അധികാരത്തിൽ വരില്ല എന്നൊരു സാഹചര്യമാണെങ്കിൽ എന്തിനി ഇവിടെ കടിച്ചു തൂങ്ങണം, മറുവശത്തേക്കുള്ള സാധ്യത അവിടെ പോയി ഉള്ളത് മേടിച്ച് ഇത് മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ LDF 3-ാം ഊഴം പിടിച്ചാൽ UDF ഞാൻ പറഞ്ഞ 50 or 55 നിൽക്കുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അടുത്ത 2031 LDF ആയിരിക്കും ഭരിക്കുന്നത്. 4-ാം ഊഴവും വരാൻ പോവുകയാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ക്ലീൻ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പം തന്നെ ആടി നിൽക്കുകയാണ്. ആ മുസ്ലിം ലീഗ് ഇത്തവണയും കൂടെ പരാജയമാണെങ്കിൽ LDFിലേക്ക് പോകും. അതോടുകൂടി LDF ഒരു ആജാനബാഹുവായ ഒരു പാർട്ടിയായിട്ട്, മുന്നണിയായിട്ട് നിൽക്കുകയും പിന്നെ പ്രതിപക്ഷമായിട്ട് BJP നിൽക്കുകയും BJPക്ക് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ കൂടെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷേ BJP ഒരു ശക്തമായ പ്രതിപക്ഷമായിട്ട് 31 ഇവിടെ വരികയും ചെയ്യും. 4-ാം ഊഴം LDFന് കിട്ടുകയും ചെയ്യും. അത് പിന്നെ അവരുടെ തകർച്ചയ്ക്കാണോ വളർച്ചയ്ക്കാണോ? അതായത് പിണറായി 3.0 വന്നു കഴിഞ്ഞാൽ 4.0ലേക്ക് പോകും. അത് ഈസിയാണ്. 4.0 ഈസിയാണ്. 3.0ലാണ് ഇപ്പോൾ ചെറിയൊരു പ്രതിസന്ധി ഘട്ടന. എനിക്ക് പ്രതിസന്ധി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്നറിയാമോ, ഇപ്പോൾ അദ്ദേഹം 2 സാധനങ്ങൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് എത്ര പേരെ കവർ ചെയ്യുമെന്ന് നോക്കണം. 62 ലക്ഷം ക്ഷേമ പെൻഷൻകാരുണ്ട്. അവർക്ക് 400 രൂപയാണ് കൂട്ടി കൊടുക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ഈ ഗതികെട്ട കാലത്ത് ഖജനാവ് തപ്പി എടുത്താൽ പോലും എടുക്കാൻ കാശില്ല. പക്ഷേ എന്നാൽ പോലും അതിൽ നിന്ന് 62 ലക്ഷം പേർക്ക് 400 രൂപയും കൂടെ ചേർത്ത് 2000 രൂപയായിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത് 62 ലക്ഷം പേർക്കാണ് കൊടുക്കുന്നത്. നമുക്ക് 1 കോടി വോട്ട് കിട്ടിയാൽ 50% എന്ന് ആലോചിക്കണം. അപ്പോൾ 62 ലക്ഷം പേർക്കാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ ഇത്രയും നാളും DA മറ്റും കുടിശ്ശികയൊക്കെ വരുത്തിയത്, അപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് DA ഒക്കെ സർക്കാർ ഉദ്യോഗസ്ഥനും പെൻഷൻകാർക്കും കൊടുക്കാനായിട്ട് മര്യാദയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ വിധി വരുന്നതിന് മുമ്പേ ചിലപ്പം DA ഒക്കെ അങ്ങ് നേരെ കൊടുത്തേക്കാൻ ചാൻസ് ഉണ്ട്. DA കൊടുത്താൽ 5.5 ലക്ഷം പിന്നെ സർക്കാർ ജീവനക്കാർ 5 ലക്ഷത്തോളം പെൻഷൻകാരുമുണ്ട്. അപ്പോൾ അതെത്രയായി? 11 ലക്ഷം. 11 ലക്ഷം പേർക്ക് അങ്ങനെ ആനുകൂല്യം. അത് 11 ലക്ഷമല്ല, ഇതിൻ്റെ വേറെ പ്രത്യേകം അറിയാമോ, ഈ സർക്കാർ ജീവനക്കാരൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 4-5 പേരുണ്ട്. അവൻ്റെ കുടുംബത്തിലെ അംഗങ്ങളും കൂടെ വരുമ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലയർ എഫക്റ്റാണ്. ഒരാൾക്ക് ഇപ്പോൾ 11 ലക്ഷം പേർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 3 പേർക്ക് വെച്ച് കൂട്ടിയാൽ പോലും, അയാൾ ഉൾപ്പെടെ 3 പേർക്കും, അയാൾ ഇല്ലാതെ 3 പേർക്ക് കൂട്ടിയാൽ 44 ലക്ഷം പേരാണ്. അയാൾ ഉൾപ്പെടെ കൂട്ടിയാൽ പോലും ഒരു 33 ലക്ഷം പേർക്കാണ്. അപ്പോൾ 62 + 33 ഏതാണ്ട് 92 ലക്ഷം പേരുടെ 95 ലക്ഷം പേരുടെ പോക്കറ്റിലേക്ക് ഡയറക്റ്റായിട്ട് കാശിട്ട് കൊടുക്കുക. അതെ,
ഇതൊക്കെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. ഇതൊക്കെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. അല്ലാതെ പിന്നെ ഇത്രയും നാളത്തെ അഴിമതി, അവിടെ സ്വർണ്ണപ്പാളി ചെമ്പുപാളി സ്വർണ്ണമായതോ സ്വർണ്ണപ്പാളി ചെമ്പായതൊന്നും അല്ല പലപ്പോഴും ജനങ്ങൾ ചിന്തിക്കുക അവസാന നിമിഷങ്ങളിൽ. എനിക്കെന്ത് ഗുണം കിട്ടി എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. കാരണം ഇലക്ടറേറ്റ് അത്രത്തോളം പിന്നെ മുൻവിധിയോടുകൂടി അല്ലെങ്കിൽ ഭാവിയെ കണ്ടുകൊണ്ട് വോട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ്. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ 10 വർഷം നടന്ന ഭരണത്തിൻ്റെ പിന്നെ കുഴപ്പങ്ങൾ എല്ലാം മാത്രം നോക്കി വോട്ട് ചെയ്യുകയും അത് എൻകാഷ് ചെയ്യാൻ UDF കഴിയുകയും ചെയ്താൽ അവരുടെ പിക്ചർ കുറച്ച് മാറിയെന്നിരിക്കും. പക്ഷെ അതിനുള്ള സെറ്റപ്പ് ഇപ്പോൾ ഇല്ല. അതെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ UDF പോയി കഴിഞ്ഞാൽ LDF എന്തായാലും അങ്ങിപ്പോൾ പറഞ്ഞനുസരിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഭദ്രമാക്കിയിരിക്കുകയാണ്. ഇലക്ഷൻ എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും ഇസറ്റ് കാണിച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ വരുന്നതിന് മുമ്പ് ചുമ്മാ ഒന്ന് നോക്കി കേട്ടോ എന്തൊക്കെയാണ് വീട് വെച്ച് നൽകിയത് എത്രയെന്നറിയാമോ? ഇപ്പോഴത്തെ ഭവന പദ്ധതി വീട് വെച്ചത് തന്നെ വലിയൊരു വിഭാഗത്തിന് കിട്ടുകയാണ്. അതൊക്കെ ഒരു വീട്ടിൽ 5 പേർക്കൊക്കെയാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. 50,000 വീടുകൾ കൂടുതൽ അങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നതുണ്ട്. അപ്പോൾ അത് ഇൻറ്റു 5 10 ഒക്കെയാണ് ഈ അടുത്ത കാലത്ത് നടന്നത്. അതിന് മുമ്പേ നടന്നതൊക്കെ കൂടുതലാണ്. പട്ടയം നൽകി എത്ര പേർക്കെന്നറിയാമോ? അതുപോലെ തന്നെ താൽക്കാലിക നിയമനം എത്ര പേർക്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതെന്ന് അറിയാമോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആനുകൂല്യങ്ങൾ മുഴുവൻ കേന്ദ്രം കൊടുക്കുന്നത് ഉൾപ്പെടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത് LDFകാരാണ്. പിന്നെ അവർക്ക് വളരെ ബുദ്ധിപരമായി ഇതിനെയൊക്കെ പല കേന്ദ്ര സഹായങ്ങളും കേന്ദ്ര പദ്ധതികളും ജനങ്ങളിലേക്ക് പലത് തടയാനും കഴിഞ്ഞു, മറ്റു പലത് നമ്മളുടേതായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു. കേന്ദ്രത്തിന്റെ ഭവന പദ്ധതി ഇവിടെ വരുമ്പോൾ EMS ഭവന പദ്ധതിയാവും. മനസ്സിലായില്ലേ? ഇങ്ങനെ അവർക്കത് മാറ്റാൻ നല്ലവരാണ്. കുടുംബശ്രീ വഴി കൊടുക്കുന്ന ആനുകൂല്യം, കുടുംബശ്രീയിലെ സ്ത്രീകളെ വലിയ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഈയിടെ വേറൊന്നും വേണ്ട, നമ്മുടെ തദ്ദേശ സ്വയംഭരണ മന്ത്രി ഒരു പരിപാടി നടത്തി. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ നമ്പർ കിട്ടാതെ ഒത്തിരി പേര് കിടപ്പുണ്ട്. ഒരു അദാലത്ത് വെച്ചു. അവർക്കെല്ലാം നമ്പറുകൾ കൊടുത്തു. പിന്നെ കുറേ നാളായിട്ട് നമ്പർ കിട്ടാതെ കിടന്നവർ, അതുപോലെ തന്നെ പെർമിറ്റ് കിട്ടാതെ കിടന്നവർക്കെല്ലാം പെർമിറ്റുകളെല്ലാം അദാലത്ത് നടത്തി. ഭയങ്കര ക്ലിയറൻസ് ആയിരുന്നു. ഒരു 2-3 മാസം മുമ്പേ നടത്തിയത്. പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് നിൽക്കാൻ സമയമില്ലായിരുന്നു. ഇത് മാത്രമായിരുന്നു പണി. മന്ത്രി നേരിട്ട് വരികയാണ്. മന്ത്രി രാജേഷ് നേരിട്ട് വന്ന് അവിടെ നിന്നുകൊണ്ടാണ് ജയിച്ചത്. ഓരോ പ്രത്യേകിച്ച് കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റിയിലും അദ്ദേഹം വളരെ ഫോക്കസ് ചെയ്തു. പഞ്ചായത്തിൽ എല്ലായിടത്തും അദ്ദേഹത്തിന് പോകാൻ പറ്റി കാണില്ല. പക്ഷേ ബാക്കി സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം പേഴ്സണലായിട്ട് നിന്നാണിത് ക്ലിയർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത്ര ലക്ഷം പേർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഭൂമി തരം മാറ്റൽ, മനസ്സിലായില്ലേ? ഒരിക്കലും അവിടെ ഒരു വീട് വയ്ക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചവനൊക്കെ ഇപ്പോൾ എല്ലാം ഭൂമി തരം മാറ്റി. ഇത് ഉണ്ടാകുന്ന എക്കോളജിക്കൽ പ്രശ്നങ്ങൾ വേറെ, അത് ഒക്കെ നോക്കിയാൽ ഭയങ്കരമാണ്. പക്ഷേ ഭൂമി തരം മാറ്റിയത് ജനം ഹാപ്പിയാണ്. വയലായി എല്ലാം പിന്നെ കരഭൂമിയായി പറഞ്ഞുകൊണ്ട് പിന്നെ പാട്ടും പാടി നടക്കുകയാണ്. അത് വിറ്റ ലക്ഷങ്ങളാണ് കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾ. അതുപോലെ തന്നെ മിച്ചഭൂമി പതിച്ചു കൊടുത്തത് എത്രയോ പേർക്ക് പതിച്ചു കൊടുത്തിരിക്കുന്നു ഇപ്പം. അതുപോലെ തന്നെ ഈ വാർഡ് വിഭജനവും വോട്ടും, വാർഡ് വിഭജനം വഴിയും പിന്നെ ഇപ്പോഴത്തെ വോട്ട് പിന്നെ കൂട്ടിച്ചേർക്കലുമൊക്കെ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ LDFന് ഞാൻ പറഞ്ഞ ഈ 1 കോടിക്ക് അടുപ്പിച്ച് വോട്ട് പിടിക്കാനുള്ള സംവിധാനം, 2 കോടി പോൾ ചെയ്യുമെങ്കിൽ 1 കോടിക്ക് അടുപ്പിച്ച് പിടിക്കാനുള്ള സംവിധാനത്തിലാണ് അവരിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ലെവൽ ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി 3-0 വരാൻ ചാൻസ് ഉണ്ടെന്ന്. ഇനിയിപ്പോൾ നമുക്ക് UDF പോകാം. UDFൻ്റെ സ്ഥിതി ആകെ ആടിയുലഞ്ഞ അവസ്ഥയാണ്. എല്ലാവരും ചോദിക്കുന്നതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് സർക്കാരിന് വീഴ്ച വരുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം വരുമ്പോൾ ഒരു ശക്തമായ പ്രതിഷേധം പോലും സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന്. അവരാകട്ടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോയിട്ട് ഒന്ന് നിലനിൽക്കാൻ പോലുള്ള കാര്യത്തിലേക്കൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് നിന്നോട്ടെ. അത് കാരണം അവിടെ നേതൃത്വത്തിൽ ആര് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു VD സതീശൻ്റെ നേതൃത്വത്തോട് എതിർപ്പുള്ള നിരവധി പേരുണ്ടെന്ന് തോന്നുന്നു. NSS നേതൃത്വം പരസ്യമായി പ്രഖ്യാപിച്ചു. അതുപോലെ ലീഗിനെ പിണക്കി. ഇത് എത്രത്തോളം അവർക്ക് ഗുണം ചെയ്യുമെന്നാണ് തോന്നുന്നത്? ലീഗിനെ പിണക്കിയത് ഇപ്പോഴത്തെ അൻവർ ഇഷ്യൂ മുതലാണ് അവർക്കും എതിർപ്പ് വന്നത്. അല്ലെങ്കിൽ അവരും ഏകദേശം കുഴപ്പമില്ലാതെ VD സതീശൻ തന്നെ വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അൻവറിനെ കൂടെ പിടിച്ചിടുന്ന കാര്യത്തിൽ വന്നപ്പോൾ അവിടെ അവരുടെ ഒരു റിക്വസ്റ്റ് നടന്നില്ല എന്നുള്ള ഒരു വിഷമം അവിടെ ലീഗ് അണികളിൽ പലർക്കും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത് മാത്രമല്ല, ലീഗിന് വളരെ ബോധ്യമുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ പിണറായി വിജയൻ നമ്മൾ വിചാരിക്കും ലീഗിനെ അങ്ങ് ചുമ്മാ വിട്ടുപിടിക്കുക, മലപ്പുറം ജില്ലയെ അങ്ങ് വെറുതെ വിടുന്നു. നോക്കിയോ, നിങ്ങൾ സമയമാകുമ്പോൾ നോക്കിയോ, ലീഗിൽ നിന്ന് പിണങ്ങി നിൽക്കുന്ന 4 എണ്ണം അവർക്കെതിരായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് LDFൻ്റെ ഭാഗത്തുനിന്ന് കാണും. അതാണ് പണ്ട് പലപ്പോഴും ഇതുണ്ടായിട്ടുണ്ട്. ഇത്തവണയും കാണും. നോക്കിക്കോ നിങ്ങൾ. അത് അപ്പോഴും കറക്റ്റ് 4 എണ്ണത്തിനെ കൊണ്ടുവരും. അവിടുന്ന് ഒരു 4 സീറ്റ് പിടിക്കാനുള്ള പരിപാടി അദ്ദേഹം ഇടും. 16 സീറ്റുണ്ട്, 4 എണ്ണമെങ്കിലും പിടിക്കാനുള്ള വേല അവിടുന്ന് അദ്ദേഹം കാണിക്കും. ഇതാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് ഞാൻ പറഞ്ഞത്, സ്ട്രാറ്റജി എന്ന് ഞാൻ പറഞ്ഞത്. ഇത്തരം സ്ട്രാറ്റജികൾ കരുണാകരൻ അറിയാമായിരുന്നു, ഉമ്മൻചാണ്ടിക്ക് വളരെ ഭംഗിയായിട്ട് അറിയാമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ അവർക്ക് ഏറ്റവും വലിയ ഗുണം കിട്ടിയത് അതാണ്. ഇപ്പം ഇല്ലാത്തത് അതാണ്.
ഇപ്പോൾ പിന്നെ പിടിവാശി കൊണ്ട് പിന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ വെറുപ്പിച്ച് സുകുമാരൻ നായരെ വെറുപ്പിച്ച് നിങ്ങളുടെ സമുദായ സംഘടനയുടെ തിണ്ണെ നിരങ്ങാനല്ല ഞങ്ങളൊക്കെ നടക്കുന്നതെന്നൊക്കെ വീരസ്യം പറഞ്ഞുകൊണ്ട് ചുമ്മാ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പേര് കിട്ടും, ശൂര പരാക്രമി വി ഡി സതീശനെന്ന്. അതുകൊണ്ട് കാര്യമില്ല. ഇതുപോലത്തെ സന്ദർഭങ്ങളിൽ സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവർ പാലം വലിച്ചു കളയും. അതാണ് അവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഭയങ്കര ദേഷ്യം. നായർ ഈഴവ ഐക്യം എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ടുള്ളൊരു സാധനം, വലിയ പാടുള്ള സാധനമാണ്. അതിപ്പോൾ ഏകദേശം പിണറായി വിജയൻ കൊണ്ടുവന്ന് കൂട്ടി മുട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മോൾത്തട്ടിൽ, താഴ്ത്തട്ടിൽ ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് നമ്മുടെ വേദിയിൽ പറഞ്ഞതാണ്. അതായത് ഞാൻ ചോദിച്ചു, എനിക്ക് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി നഗ്നമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈഴവ വിഭാഗത്തിന് സ്ഥാനാർത്ഥിത്വം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെയും കഴിഞ്ഞ പ്രാവശ്യം 13 പേർക്ക് മാത്രമാണ് മത്സരിക്കാൻ അവസരം കിട്ടിയത്, ഒരാൾ മാത്രമാണ് ജയിച്ചത്. അപ്പോൾ അത്തരത്തിൽ അടൂർ പ്രകാശ് ആദ്യം മന്ത്രിയായിരുന്ന സമയത്ത് ഒറ്റയാൾ മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം എനിക്കൊന്ന് 1-2 പേരുണ്ടായിരുന്നു തോന്നുന്നു അടൂർ പ്രകാശിൻ്റെ സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 തഴയൽ നടക്കുന്നതായി ഈഴവ വിഭാഗത്തിനുണ്ട്. അദ്ദേഹം പറഞ്ഞത് അത് പരിഹരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അത് അദ്ദേഹം സമ്മതിക്കുന്നു എന്നല്ലേ? തീർച്ചയായിട്ടും വലിയ പ്രശ്നം അവിടെ ഉണ്ടെന്നുള്ളത് മാത്രമല്ല, ഈ തഴയൽ ഇവിടെ നടക്കുമ്പം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അവിടെ തലപ്പത്തിരുത്തുകയാണ്. 9 NS നായന്മാരെ പിടിച്ച് പിന്നെ മന്ത്രിമാരാക്കിയിട്ടുണ്ട്. സ്പീക്കറും എല്ലാം കൂടെ ചേർത്ത്, ഡെപ്യൂട്ടി സ്പീക്കറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 9 പേരോ മറ്റോ പിന്നെ മന്ത്രിയും പിന്നെ ക്യാബിനറ്റ് റാങ്കിലുണ്ട്. അതേസമയം ജില്ലാ ഫോറത്തിൽ ഈഴവർ 9 പേരുണ്ട്. ജില്ലാ സെക്രട്ടറിമാരായിട്ട് 14 ജില്ലാ സെക്രട്ടറിമാരിൽ 9 പേര് ഈഴവരെ ഇത്തവണ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് NSSന് സ്ഥാനം കൊടുത്തെങ്കിൽ വേറെ സ്ഥലത്ത് SNDPക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇലക്ഷനിൽ അദ്ദേഹം ആ സീറ്റ് കൊടുക്കുന്നതിൽ അത് ആ മിക്സ് കൊടുത്ത് അത് ബാലൻസ് ചെയ്യും. ഓക്കെ, അത് ഈ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തന്നെ പറഞ്ഞു, എന്നെ LDF നേതാക്കൾ പലപ്പോഴായി ബന്ധപ്പെടാറുണ്ട്, കാണാറുണ്ട്, പക്ഷേ UDF കാരെയൊന്നും ഞാൻ കാണുന്നില്ല. അതൊക്കെ സമയങ്ങളിൽ വേണ്ട കാര്യങ്ങൾക്ക് കാണും, ചില സമയത്ത് കാണാതിരിക്കും, ചിലപ്പോൾ കണ്ടിട്ട് എന്നില്ല ഭാവം ഒക്കെ നടിക്കും. ഇതെല്ലാം പിണറായി വിജയൻ്റെ പല മുഖങ്ങളിൽ ഒന്ന് മാത്രമാണ്. പക്ഷേ ചില നിർണായക നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് ആൾക്കാരെ ഇങ്ങനെ കാന്തം ഇരുമ്പ് അയിരിനെ സ്വീകരിക്കുന്ന പോലെ വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോഴും ഈ വയ്യാതിരിക്കുന്ന നിമിഷങ്ങളിൽ 80ാമത്തെ വയസ്സിൽ അദ്ദേഹം കാണിക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതമാണ്. വേറൊന്ന്, ഇപ്പോൾ ജെന്യുവനായിട്ടുള്ള കുറേയേറെ പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കപ്പെടേണ്ടതും നേരിട്ട് ആൾക്കാരെ സാധാരണക്കാരെ പോലും ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അതിന് പോലും മറയിടാൻ, അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ എല്ലാം കണ്ണിൽ പൊടിയിടാൻ സാധിക്കുന്നുണ്ട്, ആ ഒരു മായാജാലം കാണിക്കാൻ സാധിക്കുന്നുണ്ട്. വേറൊന്ന്, ഈ സർക്കാർ ജീവനക്കാരുടെ വിഷയങ്ങളിലാണെങ്കിൽ തന്നെ കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിട്ട് അവരെ ബാധിക്കുന്ന ആരും തൃപ്തരല്ല. പക്ഷേ എന്നിട്ടും അവസാനം വരുമ്പോൾ ഇതാണ് ഭേദം തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. അല്ല, ഈ വിഷയങ്ങളിലൊക്കെ തന്നെ വിലക്കയറ്റമാണെങ്കിൽ തന്നെയും ഒട്ടേറെ കാര്യങ്ങളിൽ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളിലാണെങ്കിൽ പോലും ആ വിഷയങ്ങൾ നേരാവണ്ണം ഉയർത്തിക്കൊണ്ടുവരാനും സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുവാനും UDF പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ? യാതൊരു സംശയവുമില്ല. ഈ UDFൻ്റെ പരാജയം എപ്പോഴാണ് വരുന്നത് അറിയാമോ? ഇതൊക്കെ ഇലക്ഷൻ സമയത്ത് അവിടെ പോയി സ്റ്റേജിൽ മൈക്ക് കെട്ടി വെച്ച് പറഞ്ഞാൽ മതി എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നിൽക്കുന്നത്. കെ കരുണാകരനെ കണ്ടുപിടിക്കണം. ഓരോ വിഷയത്തിനും അദ്ദേഹം ഓരോരോ പ്രശ്നങ്ങൾ അപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കും. ഈ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ അതിനെ പെരുപ്പിച്ചുകൊണ്ട് ഇവിടെ വേറൊരു പ്രശ്നം അദ്ദേഹം ഉണ്ടായിക്കൊണ്ടിരിക്കും. എങ്കിലേ ഇവർ തമ്മിൽ നമുക്ക് വേണ്ടി വാദിക്കുന്നത് ജനത്തിന് തോന്നുള്ളൂ. അപ്പോൾ പിന്നെ പിണറായി വിജയനെ എതിർക്കാൻ കെ കരുണാകരൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ EMSനെ എതിർക്കാൻ കെ കരുണാകരൻ ഉണ്ടല്ലോ, EK നായനെ എതിർക്കാൻ കെ കരുണാകരൻ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് വരും. ഇത് പിണറായി വിജയൻ എന്ത് ചെയ്താലും ആ ഭരണത്തിൽ എന്ത് അപാകത വന്നാലും ജനം ചതഞ്ഞരഞ്ഞോട്ടെ. ഇവനിങ്ങനെ ചതഞ്ഞരഞ്ഞ് അവസാനം എണീറ്റ് എഴഞ്ഞ് വന്ന് നമുക്ക് വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്ന UDFകാർ ഉള്ളതാണ് ഈ കുഴപ്പം. ഇന്നലെ നിങ്ങളുടെ ഇവിടെ തന്നെ നടന്ന ഡിസ്കഷനിൽ അടൂർ പ്രകാശ് പറയുകയുണ്ടായി, ശബരിമല സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടതുമായ വിഷയം ഞങ്ങൾ CBI കൊണ്ട് എൻക്വയറി നടത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? ഇത് പറഞ്ഞാൽ പിണറായി വിജയൻ ഉടനെ തന്നെ CBI എൻക്വയറി നടത്തുമോ? അല്ലെങ്കിൽ കേന്ദ്രം ഇവിടെ വന്ന്, അല്ലെങ്കിൽ ഹൈക്കോടതി ഇവിടെ വന്ന് ഇത് നടത്തുമോ? ഒന്നുകിൽ ഇവരൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കണം, ഒന്നുമില്ലെങ്കിൽ നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് ഹൈക്കോടതിയിൽ ഈ വിഷയം എടുക്കണം. ഇത് ഹൈക്കോടതിയിൽ സൂചിപ്പിക്കണം. ഇത് കേരളത്തിലെ ഗവൺമെൻറ് അന്വേഷിച്ചാൽ, പോലീസ് അന്വേഷിച്ചാൽ ശരിയാകില്ല, ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് അന്വേഷിച്ചാൽ ശരിയാവില്ല. ഇതിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണം. കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഭഗവാന്റെ സ്വർണ്ണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എൻക്വയറി വേണം. അതുകൊണ്ട് പിന്നെ ബഹുമാനപ്പെട്ട കോടതി വിജിലൻസ് എൻക്വയറി, CBI എൻക്വയറിക്ക് ഓർഡർ ഇടണം എന്ന് പറയണ്ടേ? ഇവിടെ നിന്നില്ലെങ്കിൽ സുപ്രീം കോടതി പോകണം.
അപ്പം മനു അഭിഷേക് സിംഹിയൊക്കെ അവിടെ കിടക്കില്ലേ ഇവർക്ക് ആൾക്കാരായിട്ട്. ആവശ്യം പോലെ ആളുണ്ട്. വയറ്റിത്തെളിഞ്ഞ വക്കീലന്മാരുണ്ടല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞാൽ അപ്പോഴേ ഫ്രീ ആയിട്ട് വേണേലും വായിച്ചു കൊടുക്കും. അദ്ദേഹത്തിന് MP ആക്കിയത് രാഹുൽ ഗാന്ധിയാണ്, രാജ്യസഭ MP ആക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ചെറിയ തുകയ്ക്ക് വാദിക്കാനും അല്ലെങ്കിൽ പൈസ ഇല്ലാതെ വേണേലും വാദിക്കാൻ തയ്യാറാകും. അപ്പോൾ ഈ നിർണായക നിമിഷത്തിൽ പോലും അവർക്ക് അത്തരത്തിലുള്ള ഒരു നടപടി എടുക്കാൻ കഴിയുന്നില്ലല്ലോ. ഈ നിലവിലെ കാര്യത്തിലും പിടിവള്ളികൾ അവർ വിട്ടുകളയുകയാണ് അല്ലേ? പിന്നെ വിട്ടുകളയുകയാണ്. അല്ലെങ്കിൽ വേറെ ഒരു ഇതിന് വരുമ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വേറൊരു സാധനം എടുത്ത് അടയിടും. എനിക്ക് തോന്നുന്നു അവർക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ ഈഗോയാണെന്ന് തോന്നുന്നു. നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള ഈഗോ ഫൈറ്റ് അത് അവരെ ഒരു വലിയ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് തോന്നുന്നത്. കാരണം ജനങ്ങൾ, ഞാനായാലും നോക്കുകയാണ്, ഈ തമ്മിലടിക്കുന്നവരെ പിന്തുണച്ചിട്ട് എന്ത് കാര്യം? അവർ അധികാരത്തിലേറിയാലും തമ്മിലടി ആയിരിക്കില്ലേ എന്ന് ചോദിക്കുന്നത്. അത് താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. അതിന് കാരണം താങ്കൾ പറഞ്ഞതിൽ തന്നെ അതിന് ഉത്തരവുണ്ട്. അതായത് ഈ തമ്മിലടി നടക്കുമ്പോൾ അവസാനം കരുണാകരനാണെങ്കിൽ എല്ലാം ഇവിടെ വാ ഇരി, അല്ലെങ്കിൽ കണ്ണുരുട്ടി അവൻ നിൽക്കും. ഉമ്മൻചാണ്ടി ആണെങ്കിൽ എല്ലാത്തിനെയും തോളിൽ ചേർത്ത് പിടിച്ച് കൂട്ടി നിർത്തി, താനിതിങ്ങനെ ചെയ്യണം, മറ്റേതിങ്ങനെ ചെയ്യണം, മറിച്ച് അവൻ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും കൂട്ടി നിർത്താൻ ഉമ്മൻചാണ്ടി കഴിയുമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ലീഡറില്ല. അതെ, ശരി, അടൂർ പ്രകാശിന് ഇതൊക്കെ അറിയാം, അദ്ദേഹം നയതന്ത്രത്തിൻ്റെ ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം പറയുന്നത് മറ്റുള്ളവർ ചെയ്യണമല്ലോ, മറ്റുള്ളവർ അടുത്തെങ്കിലും വരണ്ടേ, അതിന് പറ്റുന്നില്ല. പിന്നെ ഇതിനകത്ത് കഴിവുള്ള ഒരാളാണ് കെ മുരളീധരൻ. കെ മുരളീധരനെ പലർക്കും പേടിയാണ്. പേടി കാരണം അദ്ദേഹത്തിന് ഇപ്പം അതിൽ ഏറ്റവും നട്ടലിലുള്ള, സംസാരിക്കാൻ കഴിവുള്ള, ഏറ്റവും മികച്ച ഒരു ലീഡർ കെ മുരളീധരൻ. ആ ഒരു മെയ്വഴക്കമുള്ള നേതാവ്. മെയ്വഴക്കമുള്ളതും ഒരുപക്ഷെ പിണറായി വിജയന്റെ ആ സ്റ്റാച്ചറിന് അത്രയും വന്നില്ലെങ്കിൽ ഏതാണ്ട് അടുപ്പിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു നേതാവാണ് കെ മുരളീധരൻ. പക്ഷേ അദ്ദേഹത്തിന് അമ്പിലും ബില്ലും അടുപ്പിക്കില്ല. എനിക്ക് തോന്നുന്നു അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് കഴിവുള്ളവരുടെ കയ്യിലേക്ക് നേതൃത്വത്തിന്റെ ആ ഒരു ഉത്തരവാദിത്വം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യം. ഈ ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയുന്നവരൊക്കെ തന്നെ അള്ളിപ്പിടിച്ച് കയറിയതാണ്, അല്ലാതെ അവർക്കൊന്നും കൊടുത്തതല്ല. അവരൊക്കെ ബലമായി പിടിച്ചു കയറി വാങ്ങിച്ചവരാണ്, അല്ലാതെ അവർക്ക് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം അത്തരത്തിലൊരു ലീഡറേ ഇല്ല. അത് കേന്ദ്രം ഇപ്പോൾ വേറൊന്നും വേണ്ട, ശശി തരൂരിനെ ഇവിടെ ഇറക്കിയെങ്കിൽ കുറേ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ സമ്മതിക്കുമോ? അത് ശരിയാണ്, ആരെങ്കിലും സമ്മതിക്കില്ല. ഒരൊറ്റ കോൺഗ്രസ്സുകാരെ അടുപ്പിക്കില്ല. താഴെത്തട്ടിലുള്ളതും പോലും സമ്മതിക്കില്ല. എനിക്കൊന്ന് താഴെത്തട്ടിലുള്ളവർ സമ്മതിക്കും, ഈ മുകളിലിരിക്കുന്നവർ സമ്മതിക്കില്ല. താഴെയും പ്രശ്നമാണ്. അതേ ഇവിടെ പാർലമെന്റ് ഇലക്ഷൻ എന്നപ്പോൾ എനിക്കറിയാമല്ലോ, പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പാരകളൊക്കെ ചില്ലറയല്ല. പക്ഷെ പിന്നെ അദ്ദേഹം പരിപാടി ഡയറക്റ്റ് അദ്ദേഹത്തിന് ഇപ്പോൾ അറിയാം, 2-3 ഇലക്ഷൻ നിന്ന് 3-4 പ്രാവശ്യം ആയല്ലോ. അദ്ദേഹത്തിന് ഇപ്പോൾ അറിയാം അവിടെ ലിസ്റ്റുണ്ട്, താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഏതൊക്കെയാണ്. അവന് നേരിട്ട് ഗൂഗിൾ പേ മണിയും കൊടുക്കും. ഇവിടുന്ന് ശശി തരൂർ നോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചുവരെഴുത്ത് എഴുതി അതിൻ്റെ പടം എടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ അവിടുന്ന് കാശ് അപ്പോഴേ കൊടുക്കും. ഡയറക്റ്റ് പരിപാടിയാണ്. KPCC വഴി, DC വഴി, മണ്ഡലം വഴി, ബ്ലോക്ക് വഴി സാധനം ഇതെല്ലാം അരിച്ചരിച്ച് പലരും തിന്ന് അവിടെ എത്തേണ്ട പരിപാടിയില്ല. അദ്ദേഹത്തിന് ഇതിൻ്റെ ദോഷം മനസ്സിലായി. ഇത് എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ ശശി തരൂർ പയറ്റുന്നത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷേ അടൂർ പ്രകാശ് ഈ രീതി ആണ് നേരിട്ട്. അപ്പോൾ എല്ലാവരും സംഭവം നടക്കും, സംഭവം ക്ലീൻ ആവും. ഇപ്പം വേറെ വലിയ പാടൊന്നുമില്ലെന്ന്. ഇപ്പം കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ 2,78,037,000 വോട്ടുണ്ട്. ഇത് 25,400 ചില്ലാനം ബൂത്തുകളാണുള്ളത്. 25,400 ബൂത്തെന്ന് കൂട്ടിക്കോ. അപ്പോൾ 25,000 ബൂത്ത് കൂട്ടിയാലും മതി. മുസ്ലിം ലീഗിൻ്റെയൊക്കെ അവർ കുറേ നോക്കിക്കോളും. 25,000 ബൂത്തിൽ ഒരു 10 പേരെ വെച്ച് 2.5 ലക്ഷം പ്രവർത്തകരെ ഫീൽഡിലിറക്കാൻ KPCC കഴിഞ്ഞിട്ടുണ്ടോ? DCCക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പം നാളെ ഇലക്ഷൻ വരാൻ പോവാ. പഞ്ചായത്ത് ഇലക്ഷൻ ഇപ്പം ഇങ്ങ് എത്തി, പടിവാതിക്കലെത്തി. ആര് സ്ഥാനാർത്ഥിയാവണമെന്ന് അവർക്ക് ഫൈനലൈസ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞ പോലെ ഇപ്പം ഒരു 10 പേരുടെ ടീം ബൂത്ത് തലത്തിൽ ഉണ്ടാക്കേണ്ടതാണ്. ഈ 25,400 ബൂത്തിലും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ 10 പേരെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടോ? 10 പേര്, കൂടുതലൊന്നും വേണ്ട. 10 പേര് പോരാ എങ്കിലും ഞാൻ പറഞ്ഞു 10 പേരെങ്കിലും ഒരു 1,400 വോട്ടിന് 1,500 വോട്ടിനൊക്കെ ഒരു 10 പേരെ ഇവർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്ചർ മാറിയേനെ. എങ്കിൽ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് കയ്യിലെടുക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സാധനം പോലും എത്ര പേര് കേരളത്തിൽ എത്ര വോട്ടുണ്ടെന്ന് പിന്നെ എത്ര കോൺഗ്രസ്സുകാർ പറയുമെന്ന് എനിക്ക് സംശയമാണ്. താഴത്തെ തട്ടിൽ, മുകളിലൊക്കെ ചിലപ്പോൾ പറയും, താഴത്തെ തട്ടിൽ എത്ര പേര് പറയും? അവർക്കിതിൻ്റെ പിന്നെ വാർഡ് തിരിച്ചുള്ള പിന്നെ ലിസ്റ്റ് എത്ര പേർക്കറിയാം? ഇതൊക്കെ പണ്ടേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഹോം വർക്കുകളും ഹാർഡ് വർക്കുകളും ഒക്കെ തന്നെ വേണം, സ്മാർട്ട് വർക്കും ഇതൊക്കെ നടന്നാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയൂ. പണ്ടാണെങ്കിൽ ഇങ്ങനെയല്ല. പണ്ടാണെങ്കിൽ ഒരു മൈതാനത്ത് നിന്ന് പ്രസംഗിച്ചാൽ മതി,
പിന്നെ ആളുകൾ പോയി കോൺഗ്രസിനുള്ളവർ കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്യും, LDF വോട്ട് ചെയ്യുമായിരുന്നു. ഇനിയിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, 10 വർഷമായ അധികാരമില്ല, കയ്യിൽ നയ പൈസ ഇല്ലാത്ത അവസ്ഥയാണ് പല നേതാക്കളുടെ. തീർച്ചയായിട്ടും കാൻഡിഡേറ്റ് ഒക്കെ ആകുന്നവൻ്റെ അടപ്പളായി പോകും. അവൻ കടം വാങ്ങിച്ച് വീട് വിറ്റ് ഇലക്ഷൻ നിൽക്കാൻ നോക്കുള്ളൂ. ആ അവസ്ഥയിലാണ് പലരും നീങ്ങുന്നത്. അതെ, ഇതാണ് ഒരു ചിത്രം ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയിട്ടുണ്ട്. ആദ്യം തദ്ദേശ തിരഞ്ഞെടുപ്പ്, അതിങ്ങ് എത്തി. ഏതാനും മാസങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ്. UDF നേതൃത്വത്തിന് ഇടയിൽ അങ്കലാപ്പ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചിലർക്കൊക്കെ അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്, പക്ഷേ അവരുടെ ഉപദേശം ചെവിക്കൊള്ളാൻ ആർക്കും സമയമില്ല. അതാണ് യാഥാർത്ഥ്യം. ഇനിയും റീഗ്രൂപ്പ് ചെയ്യാൻ സമയമുണ്ട് അവർക്ക്. പക്ഷേ വൈകിയ വേളയിലാണെങ്കിൽ തന്നെ ഈ നടത്തുന്ന ആ ഒരു ഹാർഡ് വർക്കിന് ഫലം കണ്ടേക്കും. പക്ഷേ അതിനുള്ള ലക്ഷണം ഒന്നും കാണുന്നില്ല. ഈ തമ്മിലടിച്ച് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന കോൺഗ്രസ്സിന് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമോ അവസാന നിമിഷം? അതിനുള്ള തന്ത്രം ആരോതും? ആരവരെ റീഗ്രൂപ്പ് ചെയ്യും, ഒറ്റക്കെട്ടാക്കി നിർത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, എല്ലാ അർത്ഥത്തിലും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്, സർവ്വസജ്ജരായി മുന്നോട്ട് പോവുകയാണ് ടീം പിണറായി. പിണറായി 3.0 വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് കേരളത്തിന് ഇപ്പോൾ. അതിന് തടയിടുവാൻ അത്ഭുതം സംഭവിക്കണം, നേരത്തെ പറഞ്ഞതുപോലെ. അങ്ങനെ സംഭവിച്ചാൽ, അതായത് പിണറായി 3.0 യാഥാർത്ഥ്യമായാൽ, പിന്നെ ഓട്ടോമാറ്റിക്കലി പിണറായി 4.0 അല്ലെങ്കിൽ LDF 4.0 നടന്നിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിലവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അംഗത്തിനുള്ള പുറപ്പാട് നടക്കുമ്പോൾ BJP ക്യാമ്പിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആവേശം കെട്ടടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ അവർക്ക് അടിത്തട്ടിൽ വർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് അവിടെ വർക്ക് നടക്കുന്നുണ്ടായിരിക്കും. 5-നും 10-നും ഇടയിൽ സീറ്റ് നേടാനുള്ള അവസരം അവർക്കും ഉണ്ട് നിലവിലെ സാഹചര്യത്തിൽ. എന്തായാലും കാത്തിരുന്ന് കാണാം ഈ പോര് ഏത് തരത്തിലേക്ക് ഉയരും എന്ന്. പിണറായി എന്ന ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിൻ്റെ നീക്കങ്ങളെ എടുത്ത് പറഞ്ഞ് പ്രശംസിക്കാതെ വയ്യ. കാരണം വെല്ലുവിളികളെ അവസരമാക്കുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിണറായിയോട് മുട്ടി നിൽക്കാൻ പോകുന്നവർ ആരുമില്ല എന്നല്ല, ആരെയും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നില്ല UDFും കോൺഗ്രസും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.